5 മിനിറ്റിനുള്ളിൽ ഡെലിവറി നടത്തിയില്ലെങ്കിൽ നിന്റെ മുഖത്ത് ഞാൻ പൊറോട്ട ഡയറക്ടർ സാറേ, ഫൈറ്റ് സ്റ്റാർട്ട് ആവുമ്പോൾ നമ്മുടെ ഹീറോ ബൈക്ക് സ്പീഡിൽ വരും. പ്ലീസ്, അർജന്റ് ഡെലിവറിയാ. ജോലി പോകുന്ന കേസ് പ്ലീസ് 2 മിനിറ്റ് പറയുന്നത് ഇതൊന്ന് കൊടുത്തോട്ടെ. 2 മിനിറ്റ് പോലെ പ്ലീസ് 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 കാന്തമ്മ. സർ, ഓൺ ടൈം ഡെലിവറി സർ. താങ്ക് യു സർ. ഇതാരുടെ ഗേൾഫ്രണ്ട്? ഇവക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ? ഉണ്ടോ? അവൾ ആകെ ചൂടിലാണല്ലോ. അതിലും വലിയ ചൂടാണ് പിസയുടെ ഓണർ. എടുത്ത് അകത്ത് വെക്കും. ഹലോ സർ, ഡെലിവറി കഴിഞ്ഞല്ലോ. ഓക്കെ സർ. ഇത് കാന്തമ്മയുടേതാണല്ലോ. It's beautiful. അന്യരുടെ മുതല് പാമ്പിനെ പോലെയാണെങ്കിൽ കാന്തമ്മയുടെ കമ്മല് പെരുമ്പാമ്പിനെ പോലെ എനിക്ക്. ഇതാ പിടിച്ചോ. എന്താ ടോയ് വാങ്ങ? ഇത് കൊള്ളാലോ, ഭംഗിയുണ്ടല്ലോ. കാന്തമ്മ 400 രൂപ. എടോ, ഇത് താൻ പൊട്ടിച്ചല്ലേ? ഇതിന്റെ തലയിലാവൂ. മിസ്റ്റർ സാർ, ഇത് ഞാനല്ല, ആ പെണ്ണ് പൊട്ടിച്ചിട്ട് പോയതാ. അതൊന്നും എനിക്കറിയണ്ട. 400 രൂപ അടച്ചിട്ട് പോകാൻ നോക്ക്. എന്താ സാർ ഇത്? ഫുട്പാത്തിൽ ചെന്നാൽ 4 രൂപയ്ക്ക് 40 എണ്ണം കിട്ടുമല്ലോ. അങ്ങനെയാണെങ്കിൽ താൻ അവിടെ പോയി കുറെ എണ്ണം വാങ്ങിച്ച് അങ്ങോട്ട് മാറി ഇന്ന് പൊട്ടിച്ച് കളിക്കും. അത് നിങ്ങൾ ചെയ്താൽ മതി. എനിക്ക് വേറെ ജോലിയുണ്ട്. ക്യാഷ് തരുന്നോ അതോ പോലീസിനെ വിളിക്കണം? അവരെ വിളിച്ച് അവരിതിന്റെ പൈസ കൊണ്ട് തരും. സാർ, പൈസ ഇല്ലാത്തോണ്ടാണ് സാർ. ഹലോ, ആ ബില്ല് ഞാൻ അടച്ചോളാം. നന്ദിയുണ്ട് സാർ, ഒരുപാട് നന്ദിയുണ്ട്. എന്നെ സമയത്തിന് സാർ രക്ഷിച്ചല്ലോ. അതിരിക്കട്ടെ, സാർ ആരാ? എന്നെ അറിയില്ലേ? ഫൈറ്റ് മാസ്റ്റർ ജീവിയാണ് ഞാൻ. എടോ, താനല്ലേ ഇന്ന് ട്രാഫിക്കിലൂടെ ബൈക്ക് സ്പീഡിൽ റേസ് ചെയ്തത്? താങ്ക് യു സാർ. സിനിമയിൽ അഭിനയിക്കാവോ? സാർ, സഡൻലി ഇത്ര പെട്ടെന്നോ? സിനിമയിലോ? ഹീറോ ഒക്കെ ആയിട്ട്? എടോ, ഹീറോ ആയിട്ടല്ല, ഡ്യൂപ്പ്. അതേടോ, എന്റെ സിനിമയിൽ ഒരു ബൈക്ക് എപ്പിസോഡ് ഉണ്ട്. അതിൽ അഭിനയിച്ച 1 ലക്ഷം രൂപ ഞാൻ വാങ്ങിത്തരാം. ലക്ഷം? അതേന്നെ, തനിക്ക് നല്ല ടാലന്റ് ഉണ്ട്, അത് ഉപയോഗിക്കടോ. ഇതാ എന്റെ കാർഡ്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ലൊക്കേഷനിലേക്ക് വാ. ഓക്കെ? ഓക്കെ സാർ. ഓ, ആക്ഷൻ! എടാ, ഞാൻ നിന്നോട് പറഞ്ഞത് ഇവിടെ നിർത്താനാണോ? ടേൺ ചെയ്യണ്ടടാ. മാസ്റ്റർ, ഇത് വലിയ പാടാ. ഹേയ്, നീ വല്ലാതെ തടിച്ചു പോയതുകൊണ്ടാണ്. അത്ര കറക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാൾ വേണം. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഡയറക്ടർ സാറേ, ഇതാ ഞാൻ പറഞ്ഞ പയ്യൻ. ഓക്കെ. ഹലോ സാർ. ആ ബണ്ണി, വേഗം ഷോട്ടിന് റെഡിയാവും. ഓക്കെ സാർ. സൂപ്പർ ആയിട്ടുണ്ട്, സൂപ്പർ. മാസ്റ്റർ, ആ പറഞ്ഞ ക്യാഷ് കൃത്യമായിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ ഉടനെ തരാന്ന്. അത് മതി. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ലതേ, ആ കാണുന്ന ബിൽഡിങ്ങിന്റെ മുകളിൽ ചെയ്യുന്നത് ഈ ബിൽഡിംഗ് ഇറങ്ങണം. എന്താ പറഞ്ഞേ? ആ കാണുന്ന ബിൽഡിങ്ങിന്റെ 10ാമത്തെ നിലയിൽ നിന്ന് ചാടി ഈ ബിൽഡിംഗ് ലാൻഡ് ചെയ്യണം. അത്രേ ഉള്ളൂ. അപ്പൊ കാശ് എങ്ങനെ തരും സാർ?
നീ താഴെത്തി ഉടനെ തന്നേക്കാം. അതിന് ഞാൻ താഴേക്ക് വന്നാലല്ലേ ബൈക്ക് വരും. പക്ഷെ ഞാനിങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടേയിരിക്കും. യു ആർ ഫണ്ണി. നോ സർ, ഐ ആം ബണ്ണി, വെരി സീരിയസ്. സർ, ജമ്പ് ജയിച്ച് എന്റെ ജീവിതം കട്ട പുകയൊക്കെ നോക്കല്ലേ. ഏയ് ദീപ ഒരു സെക്കൻഡ് ഫോൺ തന്നെ. താങ്ക് യു. സാർ, മോളുടെ ഫോൺ. ഹലോ. അച്ഛാ, മധുവാ. ക്ലാസ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തു. വീട്ടിലേക്ക് വരാൻ കുറച്ച് ലേറ്റ് ആവും. അതൊന്ന് പറയാൻ വേണ്ടിട്ടാ ഞാൻ ഫോൺ ചെയ്തത്. ഇതിനൊക്കെ ഇങ്ങനെ ഫോൺ ചെയ്യുന്ന എന്തിനാ? ശരി ശരി. ഓക്കെ അച്ഛാ. ഡാ, അവൾക്ക് എന്തോ എക്സ്ട്രാ ക്ലാസ് ഉണ്ടെന്ന്. ശരി സാർ. അതെന്താണെന്ന് അന്വേഷിക്കുക. ആയിക്കോട്ടെ സാർ. അവന്റെ പെർഫോമൻസ് കൊള്ളാല്ലേ? താങ്ക്സ്. എന്താടി ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? ഞാൻ കരുതിയത് ബോയ് ഫ്രണ്ടിനെ വിളിക്കാണെന്നാ. എനിക്ക് ബോയ് ഫ്രണ്ട് ഒന്നുമില്ല. എന്തിനടി ഇത്ര ചൂടാവുന്നത്? ബോയ് ഫ്രണ്ട് ഉള്ളത് നല്ല കാര്യമല്ലേ? നല്ല കാര്യമായി. എപ്പോഴും പഠിത്തം പഠിത്തം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. അതിനിടയിൽ ചൂണ്ടയിടാൻ ഇവക്ക് എവിടുന്ന സമയം? അതേടി, എനിക്ക് പ്രേമത്തെയും കല്യാണത്തെക്കാളും എന്റെ പഠിത്തമാണ് മുഖ്യം. അതുകൊണ്ടാണോ? അത് മാത്രമല്ല, എന്റെ അച്ഛനാണെങ്കിൽ വലിയ ജാതിഭ്രാന്തനാ. ഞാൻ ആരെങ്കിലും പ്രേമിക്കുന്ന കാര്യം അറിയുകയാണെങ്കിൽ എന്റെ പഠിപ്പ് നിർത്തിയിട്ട് എന്നെ കല്യാണം കഴിച്ചയക്കും. ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറയരുത്. ഓക്കെ, പ്ലീസ്. ഹായ്, ഐ എം ശിൽപ ഫ്രം GMTV. ഈ എപ്പിസോഡിൽ നമ്മൾ യൂത്ത് ഒപ്പീനിയനെ കുറിച്ചാണ് അറിയാൻ പോകുന്നത്. ഹലോ സർ. ഹായ്, എന്താ പ്രശ്നം? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്ന പാട്ട് ലൈവിൽ വെച്ച് തരും. ആ, അങ്ങനെയാണോ? എന്നാ ചോദിച്ചോ. നിങ്ങളുടെ പേര്? ബണ്ണി. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടിൽ അമ്മ, അച്ഛൻ, ചേട്ടൻ, ചേച്ചി, അനിയൻ, അനിയത്തി, അപ്പൂപ്പൻ, അമ്മൂമ്മ ഇവരാരുമില്ല. ആരുമില്ല. അപ്പൊ അനാഥനാ? യാ. അതെന്താ നിങ്ങൾ ഇത്ര സന്തോഷത്തോടെ പറയുന്നത്? പിന്നെ നെഞ്ചത്തടിച്ച് നിലവിളിക്കണോ ഞാൻ? എന്റെ അച്ഛനമ്മയ്ക്കൊന്നും എന്നെ വേണ്ടാത്തോണ്ട് അവരാരാണെന്ന് ഞാനും തിരക്കിയിട്ടില്ല. എനിക്കതിൽ പ്രോബ്ലം ഇല്ല. കാരണം എല്ലാവരും എന്റെ ആൾക്കാരാണ്. വൗ. നെക്സ്റ്റ്, ലവിനെ പറ്റിയുള്ള ഒപ്പീനിയൻ അത് പോട്ടെ. ആണും പെണ്ണും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ പറ്റി എന്താ അഭിപ്രായം? മനസ്സിൽ വേറെ ഉദ്ദേശം വെച്ചുകൊണ്ട് കൈ ഇങ്ങനെ നീട്ടി ലെഗ് ബി ഫ്രണ്ട്സ് നമ്മൾ ചെയ്യിക്കാൻ കൊടുക്കുന്ന ചിലരുണ്ട്. അത്രയും കളത്തരം വേറെ ഇല്ല. ആ മാതിരി ഫ്രണ്ട്ഷിപ്പിനോട് എനിക്ക് താല്പര്യമില്ല. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് വല്ല മെസ്സേജ് കൊടുക്കാനുണ്ടോ? ഫ്രണ്ട് ഒരു ശത്രുവിന് കൊടുക്കാം. ഏയ് കാന്തമ്മ, നീ അവിടെ എന്തെടുക്കാടി? വെറും 400 രൂപയ്ക്ക് നീ എന്നെ ഒറ്റിക്കൊടുത്തില്ലേ? ഇല്ല, നിന്നെ ഞാൻ വെറുതെ വിടില്ല. നീ കുത്തിയിരുന്ന് പഠിക്കുന്ന ഡോക്ടർ പഠിത്തം പാതി വഴിക്ക് നിന്ന് പോകൂടി. നിനക്ക് ഇഷ്ടമില്ലാത്തതിന്റെ കൂടെ നിന്റെ കല്യാണം നടക്കൂടി. നിന്നെ കെട്ടുന്നവനെന്നും വെള്ളടിച്ചു വന്ന് നിന്നെ തല്ലി 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 നിന്റെ പല്ലടിച്ച് താടിയിടോടി. നിനക്കൊരു തറ അമ്മായിമയും ഒരു ലോഡ് രാക്ഷസ പിള്ളേരുണ്ടാവൂടി. അവരെല്ലാവരും കൂടി നിന്നെ കടിച്ച് 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 കയറി കൊല്ലൂടി. നീ കാന്തമ്മ മേഡം, ഇയാളോട് എന്തിനാ ഇങ്ങനെ വഴക്കിടുന്നേ? അയാളുടെ പണം അങ്ങ് കൊടുത്തൂടെ? ഓക്കെ, സോ ഫൈനലായി ഒന്നുകൂടി ചോദിക്കട്ടെ. യൂത്ത് ഹാപ്പി ആയിരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അത് പറയുന്നതിനോടൊപ്പം കുറച്ച് വിഷ്വൽ കൂടി ആയാലും. എങ്ങനെ? 2-3 ദിവസമായി ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് തന്നെ. അതങ്ങനെ മനസ്സൊന്നും നേരം നിന്നിട്ട് വേണ്ടേ? ചേച്ചി വിശക്കുന്ന ചേച്ചി. രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. ഇങ്ങനെ തെണ്ടാതെ നിനക്ക് ജോലി എടുത്ത് ജീവിച്ചൂടെ? ജോലി ഉണ്ടായിരുന്നു, ചൈൽഡ് ജോബ് എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. ഇത്രയും ചെറിയ പൈസ കൊണ്ട് ഇത്രയും വലിയ വയറ്റിൽ എന്ത് ചെയ്യാനാ ചേച്ചി? ആൾ ഇത്രയുള്ളെങ്കിൽ വാചകത്തിനൊരു കുറവില്ല. വിളഞ്ഞ വിത്തൈവൻ. ആഹാരം കഴിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്? വേടാ, ഞാൻ നിനക്ക് വല്ലതും വാങ്ങിത്തരാം. മോളെ, കൊടുക്കം വേലി കിടന്ന പാമ്പാവല്ലേ? ഇരിക്കും. ഏയ് ബേര, ഉപദ്രവമായല്ലോ. ഇയാൾ ഉറങ്ങുവാണോ മിഴിച്ചിരിക്കുകയാണോ? എന്താടാ അവിടെ കസ്റ്റമേഴ്സ് വിളിച്ചിട്ട് ഗോഷ്ടി കാണിച്ചോണ്ടിരിക്കണേ? സോറി സർ. ചെല്ലടാ. ഏയ്, എന്താ വേണ്ടേ? ഗീവ് റെസ്പെക്ട് ടു ദ കസ്റ്റമേഴ്സ്. എന്താ വേണ്ട മാഡം? കോമൺ സെൻസ് ഇല്ലേടോ? മെനു കാർഡ് കൊണ്ടുപോവാ. കാന്തമ്മേ, അതൊന്നും വേണ്ട ചേച്ചി, ഞാൻ പറഞ്ഞോളാം. Okay. 1 crisp vegetable pizza, 1 chicken hot dog, 1 mushroom pizza with tomato, 1 Mexican green apple, 1 cheese tomato, 1 Barbary chicken with red pepper, 1 garlic bread sheet, 1 chicken sandwich, 1 chicken burger, 2 chicken roll and 1 diet coke. അണ്ണാ, കോക്കിൽ സ്ട്രോ ഇട്ടുണ്ടേ? ഇതിനെല്ലാം ബില്ല് തിന്നാതാണ് നിന്റെ വയർ നിറയലോടാ. Shut up. After all, you're a bearer. മോൻ എന്ത് ഓർഡർ ചെയ്തോ അത് കൊണ്ടുവന്ന് കൊടുക്ക. ചെല്ല. മോനാണോ? ശരിയാക്കി തരാടി. ഇത്രയൊക്കെ ഐറ്റംസ് ഓർഡർ ചെയ്ത് തെറ്റായി പോയോ ചേച്ചി? എന്റെ തെറ്റാ മോനെ. നീ ഇവിടെ നിന്ന് കഴിക്കുമ്പോഴേക്കും ഞാൻ പോയി ഫ്രണ്ട്സിന്റെ അടുത്തുനിന്ന് ക്യാഷ് വാങ്ങിട്ട് വരാം. ഓക്കെ? നീ എവിടെയുള്ളാടാ? ഈ ചുറ്റോട്ടത്തൊക്കെ ഉള്ള തന്നെ അണ്ണാ. ഒരു ഒറ്റ അടിയൊന്നാണല്ലോ.
നിന്റെ കൂടുതലൊക്കെ എവിടാ? കഷ്ടപ്പെട്ട് പിച്ചെടുക്കുവോ അണ്ണാ? അവരെല്ലാവരും കിടന്ന് കഷ്ടപ്പെടുമ്പോ നീ മാത്രം തിന്നുന്നത് ശരിയാണോടാ? അണ്ണാ ഞാൻ പറയുന്നതിന് അർത്ഥം മനസ്സിലായോടാ? ഒരു ചിക്കൻ റോൾ ഇങ്ങോട്ട് താ. എല്ലാം കൂടി. എടോ ദുഷ്ട, ഇവൻ ചോദിച്ചതെല്ലാം നീ അങ്ങ് കൊടുത്തോ? മാഡം, ഐ ആം ആഫ്റ്റർ ഓൾ ബെയറർ. ഇതെല്ലാം നിങ്ങളുടെ മോൻ ചെയ്ത ഓർഡർ. പിന്നെ ഞാൻ എന്റെ കയ്യിൽ ഇത്രയും കാശില്ലെങ്കിൽ മര്യാദക്ക് ബില്ല് കൊടുത്തിട്ട് പോവാൻ നോക്ക്. ശരി ശരി, ഞാൻ പോയി എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തുള്ള കാശ് വാങ്ങി. ആഹാ, മുങ്ങാൻ നോക്കുവാണ്. ഞാനും കൂടി വരാം. അവിടെ നിൽക്ക്. കുഞ്ഞു കണ്ടവനോട് കലു കാണിക്കാൻ പോയതിന്റെ പദവാ. നാണം കിട്ടും. ഏയ്, എന്റെ വണ്ടി കയറി എന്തിനാ? നിന്റെ വണ്ടിയിൽ വാ. പറ്റിച്ചിട്ട് പോകാന്നായിരിക്കും. വെറും 400 രൂപയ്ക്ക് നീ ഒതുക്കിയതല്ലേ, പിന്നെ 10,000 രൂപ കാര്യത്തിൽ ഇങ്ങനെ വിശ്വസിക്കും. വിട്ടോ വിട്ടോ വിട്ടോ, സമയം കളയാനില്ല. വേറെ നോക്കി വിട്ടോ. ഇങ്ങനെ പോവാണെങ്കിലേ 4 ദിവസം കഴിഞ്ഞാലും ക്യാഷ് കിട്ടില്ല. ഇറങ്ങി ഇറങ്ങി. നമ്മുടെ സാറിന്റെ മോള് ഒരുത്തന്റെ വണ്ടിയുടെ പുറകെ കയറി പോകുന്നു. നോക്ക്. പോയി പാർക്കിംഗിൽ എങ്ങനെ വെയിറ്റ് ചെയ്യും. ഞാൻ കാശ് വാങ്ങിട്ട് പോരാ. താൻ പോയിട്ട് വരുമോ? വന്നില്ലെങ്കിൽ താൻ എന്റെ വണ്ടി കൊണ്ടേ. ഈ വണ്ടി തന്നെ അല്ലേ? അന്ന് പിസ്സ കൗണ്ടറിൽ വെച്ച് തല്ലിയത് അവനാണ്. എന്താടാ, നീ എന്റെ പിള്ളേരെ തല്ലുവല്ലടാ? ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ തല്ലി നോക്കടാ. ചേട്ടാ വേണ്ട ചേട്ടാ, പ്ലീസ് പ്ലീസ് ചേട്ടാ, വേണ്ട ചേട്ടാ, പ്ലീസ്. ഡാടാ നിക്കടാ. നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് അവനെ തല്ലിയാൽ ഒരു നിമിഷം കൊണ്ട് കാര്യം കഴിയില്ലേ? അത് ശരിയാവില്ല. നിങ്ങൾ ഓരോരുത്തരും ഓരോ മിനിറ്റ് വീതം അവനെ തല്ലുകയാണെങ്കിൽ 15 മിനിറ്റ് ഫുൾ ടൈം പാസ്. ചേട്ടാ പ്ലീസ് ചേട്ടാ. എടാ, അവന്റെ പേര് കണ്ടോടാ. ചേട്ടന്മാരെ ഞാൻ പറയുന്നേക്ക്, ഞാനിപ്പോ ഡ്യൂട്ടിയില്ല. എനിക്ക് കളയാൻ 15 മിനിറ്റ് സമയമില്ല. 3 പേര് വെച്ച് വരികയാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് കാര്യം തരും. പേടിച്ചു പോയോ? അയ്യേ, ഇതെങ്ങനെ ശരിയാവുന്നത്? ഇത്ര പെട്ടെന്ന് വീണ് പോയോ? 4 പേര് വെച്ച് പോയോ? ടൈം ഇനി ബാക്കിയുണ്ട്. നീ മ്യൂസിക്കില്ലാതെ അടിക്കില്ലെന്ന് പറഞ്ഞിട്ട്. അടിക്കാൻ മ്യൂസിക്കിന്റെ ആവശ്യമില്ലടാ, ഒരു മൂഡ് ഉണ്ടായിരുന്നാ മതി. അളിയാ, ഇനി 2 മിനിറ്റ് ടൈം ഉണ്ടല്ലേ? പോയി 2 പേരും കൊണ്ട് വിളിച്ചോണ്ടാ സമയം കളയാൻ. സോറി, ഞങ്ങൾക്ക് താല്പര്യമില്ല. കൊണ്ടുപോടാ. എന്താണായിരുന്നു മൂന്നുന്നേ?
ചേട്ടന്റെ വണ്ടി ഒരു പെണ്ണ് എടുത്തോണ്ട് പോകാറുണ്ട്. അത് പറയാൻ വന്നപ്പോഴാ ചേട്ടൻ എന്റെ കൂപ്പിലിട്ട് ഇടിച്ചത്. അവള് വീണ്ടും എന്നെ പറ്റിച്ചു കളഞ്ഞല്ലോ.